നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ റൂറൽ ജില്ലാ സമ്മേളനം MCP കൺവെൻഷൻ സെന്ററിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് CK അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ മുഖ്യാതിഥിയായിരുന്നു. അഡീഷണൽ സൂപ്രണ്ട് കൃഷ്ണദാസ് VA, ഡിവൈഎസ്പിമാരായ ഉല്ലാസ് കുമാർ MP, C ബിജുകുമാർ, സലീഷ് NS, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇന്ദു PN, അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബൈജു KC, ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജി MK, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കമൽ ദാസ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KP രാജു എന്നിവർ ആശംസകൾ നേർന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിജോഷ് ML സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ സനീർ CS നന്ദിയും പറഞ്ഞു. ഒട്ടേറെ വെല്ലുവിളികളുള്ള പ്രയാസകരമായ തൊഴിൽ സാഹചര്യങ്ങളിലാണ് നമ്മുടെ പോലീസ് സുഹൃത്തുക്കൾ അവരുടെ തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വെല്ലുവിളികൾ നിറഞ്ഞ തൊഴിൽ സാഹചര്യങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ പോലീസുകാരുടെ സേവന വേതന സാഹചര്യങ്ങൾ മികച്ചതാക്കാനും കാലത്തിനനുസൃതമായ പരിഷ്കാരങ്ങൾ പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനും നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെയും അനുബന്ധ സൗകര്യങ്ങൾ, ഓഫീസുകളുടെ അടക്കം അടിസ്ഥാന സൗകര്യ വിപുലീകരണം ഉൾപ്പെടെ ഉറപ്പാക്കാനും എല്ലാം കഴിഞ്ഞ ദശകങ്ങളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടേത് എന്നുള്ളതും നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. പോലീസുകാരുടെ സേവന വേതന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മാത്രമല്ല, പോലീസ് സേനയുടെ പൊതുവിലുള്ള ഗുണാത്മകമായ മുന്നേറ്റത്തിന് നല്ല നിലയിൽ സംഭാവന ചെയ്യാനും സംഘടനയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന നിലയിലുള്ള അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോലീസ് സേനയിലെ സാധാരണ അംഗങ്ങൾക്കും ഓഫീസേഴ്സിനും ഒരുപോലെ സാധ്യമാകുന്നത് സംഘടനകളുടെ രൂപീകരണത്തിന് ശേഷമുള്ള കാലത്താണ് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിന്റെ ഓഡിറ്റോറിയം പുനർനിർമ്മിക്കുന്നതിന് സാംസ്കാരിക വകുപ്പ് ആദ്യ ഗഡുവായ 25 ലക്ഷം രൂപ അനുവദിച്ചതായി കലാനിലയം പ്രസിഡന്റ് M ശ്രീകുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ജോയിന്റ് സെക്രട്ടറി തങ്കപ്പൻ പാറയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 60 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ പുനർനിർമ്മാണത്തിനായി 3,07,67,000 രൂപയുടെ പദ്ധതിയാണ് 2024 സർക്കാരിലേക്ക് സമർപ്പിച്ചത്. നിരന്തര സമ്മർദ്ദങ്ങൾ ചെലുത്തി നേടിയെടുത്ത ആദ്യ ഗഡു ചെലവഴിക്കുന്നതിന് പരിമിതമായ സമയം മാത്രമാണുള്ളത്. നടപടിക്രമങ്ങൾ പാലിച്ച് മാർച്ച് 31-നകം ടെൻഡർ നൽകുവാൻ സാധിച്ചില്ലെങ്കിൽ അനുവദിച്ച തുക ലാപ്സ് ആകുമെന്ന സാഹചര്യമാണുള്ളത്. ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള അധിക ഗ്രാന്റ് അനുവദിക്കുക, കലാനിലയത്തിന് വർഷാവർഷം അനുവദിക്കുന്ന ഗ്രാന്റ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഭാരവാഹികൾ ഉന്നയിച്ചു. 3 കോടിയിൽ പരം രൂപയുടെ ഒരു പ്ലാനാണ് നമ്മൾ സമർപ്പിച്ചിരുന്നത്. അതിൽ ആദ്യ ഗഡുവായി നമുക്ക് 25 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ആ 25 ലക്ഷം രൂപ തന്നെ നമുക്ക് ഈ 31-ാം തീയതി, മാർച്ച് 31-ാം തീയതിക്ക് ഉള്ളിൽ ചെലവഴിച്ച് തീർക്കേണ്ട ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അത് സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് എങ്ങനെ അത് ഈ 31-ാം തീയതിക്ക് ഉള്ളിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗൗരവതരമായി ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഈ വർഷം 25 ലക്ഷം രൂപ ചെലവഴിച്ചാൽ തുടർ വർഷങ്ങളിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ തന്നെ നമുക്ക് ആ രീതിയിൽ പുതിയ ഓഡിറ്റോറിയവും ഓഫീസ് കോംപ്ലക്സും അടക്കമുള്ള പുതിയ ഒരു പദ്ധതിയാണ് നമ്മൾ അതിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്കറിയാം, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിലൂടെ നടപ്പാക്കാനാണ് TN പ്രതാപൻ ഉള്ളപ്പോൾ നമ്മൾ ശ്രമിച്ചിരുന്നത്. അതിനു മുൻപ് CN ജയദേവൻ MP ആയിരുന്നപ്പോഴും നമ്മൾ അത് പുതുക്കി പണിയുന്നതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അതൊക്കെ പകുതി വഴിയിൽ നിന്നുപോയി. ഇപ്പോൾ വീണ്ടും നമ്മൾ 2 വർഷമായി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നമ്മൾ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഈ തുക ഇപ്പോൾ അനുവദിച്ച് തന്നിരിക്കുന്നത്. നേരത്തെ 2025 തന്നെ നേരത്തെ ഈ തുക അനുവദിച്ചതാണ്. പക്ഷേ അത് അനുവദിച്ച് ഉത്തരവ് വന്നെങ്കിലും പൈസ വരാത്തത് മൂലം അത് ക്യാൻസലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമതും നമ്മൾ അതിനെ പിന്തുടർന്നുകൊണ്ട് പല സമ്മർദ്ദങ്ങൾ ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ തുക അനുവദിച്ച് തന്നിരിക്കുന്നത്. എടതിരിഞ്ഞി HDP സമാജം ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 20 ആഘോഷിക്കുമെന്ന് സമാജം ഭരണസമിതി പ്രസിഡന്റ് എടച്ചാലി പീതാംബരൻ, സെക്രട്ടറി മുരളി മണക്കാട്ടുംപടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവുത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള പ്രൊഫഷണൽ നാടകമേള തിങ്കളാഴ്ച ആരംഭിക്കും. അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 84, ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ, വള്ളുവനാട് ബ്രഹ്മയുടെ പകലിൽ മറഞ്ഞിരുന്നൊരാൾ, തൃശൂർ സദ്ഗമയുടെ സൈറൺ എന്നീ നാടകങ്ങൾ അരങ്ങേറും. ഫെബ്രുവരി 20 വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ്, രാവിലെ 11:45 മുതൽ പ്രാദേശികാഘോഷ കമ്മിറ്റികളുടെ കാവടി വരവ്, ഉച്ചതിരിഞ്ഞ് 3 മുതൽ പ്രാദേശിക പൂരം വരവ്, 5 മുതൽ കാഴ്ച ശിവേലി, വൈകിട്ട് ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, വിളക്കെഴുന്നള്ളിപ്പ്, തായമ്പക, ഭസ്മക്കാവടി വരവ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. സമാജം വൈസ് പ്രസിഡന്റ് മനോജ് മൂക്കുപറമ്പിൽ, ട്രഷറർ MK ഗിരി മാടത്തിങ്കൽ, ഭരണസമിതി അംഗം ഗോപാലകൃഷ്ണൻ അണക്കത്തിപ്പറമ്പിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. പഴനിയിൽ ഇവിടുത്തെ ജനങ്ങൾ തീർത്ഥയാത്ര നടത്തി അതോടൊപ്പം തന്നെയാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ നടന്നു വരുന്നത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞ ശ്രീ നാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മതഭേദമന്യേ അതേപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുകൂടുന്ന മഹോത്സവമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിലൊന്നായി ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായി നടത്തുന്ന ഒരു ഉത്സവമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഗജവീരന്മാരായ ചിറക്കൽ കാളിദാസൻ, ഗുരുവായൂർ ഇന്ദ്രസേനൻ, ചിറക്കര ശ്രീരാം തുടങ്ങിയ ആനകൾ, പാമ്പാടി രാജൻ അടക്കമുള്ള വലിയ ആനകൾ, ഊട്ടോളി രാമൻ അടക്കമുള്ള ആനകൾ, അതുപോലെ തന്നെ 4 ദിവസം ഈ ഉത്സവത്തോടനുബന്ധിച്ച് 4 ദിവസം പ്രൊഫഷണൽ നാടകമേള നമ്മൾ നടത്തുന്നുണ്ട്. ആനന്ദപുരത്ത് വിദേശ മദ്യവുമായി ലൈജു ബാർ പിടിയിൽ. ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം പിടികൂടിയത് 7.8 ലിറ്റർ മദ്യം. മുകുന്ദപുരം താലൂക്കിലെ ആനന്ദപുരത്ത് അനധികൃതമായി മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയതിന് ആനന്ദപുരം പാലിശ്ശേരി വീട്ടിൽ 49 വയസ്സുള്ള ലൈജുവിനെ എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ആനന്ദപുരം മൂർത്തിപ്പറമ്പ് ദേശത്ത് ചേപ്പാടം പാടശേഖരത്തിന്റെ കിഴക്കുഭാഗത്തുള്ള പടവിൽ വെച്ചാണ് എക്സൈസ് സംഘം ഇയാളെ പിടികൂടിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 7.8 ലിറ്റർ മദ്യം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ആനന്ദപുരം ലൈജു ബാർ എന്നറിയപ്പെട്ടിരുന്ന ഇയാൾ പ്രദേശത്തെ പ്രധാന മദ്യ വിൽപ്പനക്കാരനാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ അനുകുമാറിന് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് A, ചന്ദ്രൻ CK, സിവിൽ എക്സൈസ് ഓഫീസർ കർണ അനിൽകുമാർ, എക്സൈസ് ഡ്രൈവർ സുധീർ KK എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, തായമ്പക, ഭക്തിഗാനസുധ, പ്രസാദഊട്ട്, കാഴ്ചശീവേലി, ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, നവകം, പഞ്ചഗവ്യം, സോപാനധ്വനി, ഭക്തിഗാനമേള എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.